ഹലോ ഫ്രണ്ട്സ്, ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടയ്ക്കയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയുമെന്നറിയില്ല. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലാണ്, ഞങ്ങളെ തറവാട്ട് വീട്ടിൽ. അത് ഇപ്പം എന്താ പല ഉണക്കായതായതുകൊണ്ടേ കുറേ ഇതിലാക്കി വെച്ചിക്കണം ഉണക്കാൻ. പിന്നെ ഇപ്പോൾ കാണിച്ച ഇതില്ലേ, എന്താ അറിയോ, എലിനെ പിടിച്ചാനായിട്ട് ഭയങ്കര എലി ശല്യം ഉണ്ടായിട്ട് അതിനെ പിടിക്കാൻ ഇല്ലാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുടത്തി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചാലേ. അപ്പം ഇന്നലെ ഒരു എലിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ വീഡിയോ കാണിച്ചാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ വീടും ഞങ്ങളിപ്പോൾ ഓണ വെക്കേഷന് ചെന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെയും എല്ലാവരുടെയൊക്കെ രസകരമായ കുറച്ച് ഒക്കെ കാര്യങ്ങളാണ്. അപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക്. ഇതിലെ വണ്ടിയൊക്കെ ഇറങ്ങും, പിന്നെ മുറ്റത്തേക്ക് വെച്ചും വണ്ടിയൊക്കെ ചെല്ലണ ഒരു വഴിയാണ്. അപ്പം പിന്നെ വീടും ഇവിടുത്തെ കുട്ടികൾക്ക് ഞങ്ങളൊക്കെ വന്നിട്ടേ ഓണത്തിന് വന്നിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പം അവരോട് സന്തോഷമൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ വീട് ആണ് കേട്ടോ. ഞാനിത് കുറേ മുന്നേ ഒരു ദിവസം ചക്കയൊക്കെ ഉണ്ടായപ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചു. ചക്ക ഇങ്ങനെ പിലാവിൻ്റെ താഴത്ത് നിലത്ത് മുട്ടയൊക്കെ ഉണ്ടായിന് കേട്ടോ. പക്ഷെ അന്ന് ഒന്നും ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ സമയം കിട്ടിയില്ല. അപ്പം ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഈ മുന്നിൽ ഇങ്ങനെ ഷീറ്റ് മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ കെട്ടിയോണ്ടേ വീടിനൊരു മറവായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അന്ന് ഞാൻ വീടിൻ്റെ വീഡിയോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണിത് കേട്ടോ. അന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മുന്നിൽ ഷീറ്റൊന്നും ഇല്ലായിട്ട് കാണാൻ നല്ല ആയിട്ടുണ്ട്. അന്ന് മുറ്റൊന്നും അത്ര റെഡിയാക്കിയിട്ടില്ല. ഇനി അപ്പോൾ ഇപ്പോൾ ഒക്കെ പുതിയതാക്കിയിട്ടുണ്ട് മുറ്റമൊക്കെ, ചിപ്സൊക്കെ ഇട്ടിട്ട്. ഈ ചെടിയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ. പിന്നെ ഞമ്മല്ല ചക്ക, അതിൻ്റെ വീഡിയോ അന്ന് ചക്കൻ്റെ ടൈം ഇപ്പോൾ കഴിഞ്ഞില്ലേ, അന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഇങ്ങനെ നമ്മളെ ഈ നിലത്ത് മുട്ടിയിട്ട് ചക്കയൊക്കെ നിറയെ ഉണ്ടായിനി ഒന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ പുഴയാണ് കേട്ടോ. ആ പുഴയ്ക്ക് പോകാനായിട്ട് വലുതാ ട്യൂബിന് നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, വീടിൻ്റെ താഴെ ഭാഗമാണ് അടുക്കളൻ്റെ. ഇതിങ്ങനെ ഇറങ്ങുമ്പോൾ പുഴയ്ക്കാണ് കേട്ടോ. കവുങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. അടുക്കണ്ടായി പറഞ്ഞില്ലേ, അത്. ഇത് ഈ വീണെടുക്കണുണ്ടോ, അത് പിലാവിൻ്റെ ഇതാണ്. അത് ഒരു ദിവസം ഉണ്ടല്ലോ ചക്കയൊക്കെ ടൈമിൽ അതിൻ്റെ നടുകൾ മുറിഞ്ഞിട്ട് നമ്മൾ മുറിച്ചിട്ട പോലെ ഒന്നും പറ്റാതെ അങ്ങനെ നേരെ അങ്ങോട്ട് വീണതാണ് കേട്ടോ. വീണ് കിടന്നോട്ടിന് പിന്നെ അതിനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട്. കുറേ ദിവസമായി. ചക്കയുള്ള ടൈമിൽ ആണ് അതിൻ്റെ അവിടെ പൊട്ടിയിട്ട് നേരെ അങ്ങനെ വീണ് അങ്ങോട്ട് പോയി. ഇങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇപ്പം നമ്മൾ ഈ കവുങ്ങിൻ്റെ ഒക്കെ അല്ലേ, നമ്മളിതൊന്നും ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഭംഗി നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാവണേ. ഇതെന്താ മനസ്സിലായോ? കൊക്കോ ആണ് കേട്ടോ. ഇത് നമ്മളെ തൊടുവിലാണ്. അപ്പോൾ കുട്ടികളും തന്നെ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ടേ, അപ്പോൾ ഞങ്ങളിപ്പോൾ പുഴയ്ക്ക് എല്ലാവരും കൂടി വെറുതെ നീന്താനൊക്കെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവർ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകയിക്കണം. അപ്പോൾ അവരെന്നെ ഒക്കെ പറിച്ചെടുക്കണം. അത് കുറച്ച് ഉറപ്പായി കൊണ്ടാണ്, അത്ര പറിച്ചാനൊന്നും എളുപ്പം കിട്ടൂല. അപ്പോൾ അവർ നന്നായിട്ട് ഓൽക്കന്നെ എടുക്കണം എന്നുള്ള ഇതിൽ
ചെയ്യാണ്. ഇത് കണ്ടോ എത്ര കിട്ടിയിരിക്കണ്. ഇനിയും ഉണ്ടായി കേട്ടോ, മേലൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോ അപ്പോൾ എടുത്തില്ല. അതൊക്കെ അവർ അവിടുന്ന് ഒന്നൊക്കെ ഇങ്ങനെ കല്ലുകൊണ്ട് കുത്തി പൊട്ടിച്ചിട്ട് അവിടുന്ന് തന്നെ കഴിച്ചു നോക്കിട്ടോ. അപ്പോൾ അത് പല്ലുമ്മലൊക്കെ നിറയെ കാറായിട്ടുണ്ടായിരുന്നു അച്ചടിക്ക് തിന്നുമ്പോൾ. അതുകൊണ്ടല്ലേ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കണേ, കൊക്കോ. അപ്പോൾ തിന്നുമ്പോൾ പഴുത്തതാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. എന്താ കേട്ടോ, നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ പുഴയ്ക്ക് ഇറങ്ങണ ഒരു, ശരിക്കും ഇറങ്ങാനൊന്നും പറ്റൂല, എന്നാലും ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇറങ്ങിയിട്ടൊക്കെ നമുക്കിങ്ങനെ നീന്താനൊക്കെ പറ്റും, കുളിക്കാനൊക്കെ. ഈ പുഴയിലൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളം വരുമ്പോഴേ ഈ പിന്നെ മുളൻ്റെ ഇതുണ്ടല്ലോ, മുളൻ്റെ തൈകൾ, അതുമേലൊക്കെയാണ് നിറയെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ വന്ന് ഇങ്ങോട്ട് അടിഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യണത്. പുഴയ്ക്ക് നമ്മൾ എളുപ്പത്തിന് ഇങ്ങനെ എല്ലാം കൊണ്ട് വലിച്ചെറിയല്ലോ. ഈ പ്ലാസ്റ്റിക് മാലിന്യമൊന്നും എത്ര നമ്മൾ പിന്നെ ഇതാക്കിയാലും ദ്രവിച്ച് പോവാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ മഴക്കാലത്ത് നല്ലോണം വെള്ളം ഉണ്ടാകുമ്പോൾ കണ്ടോ ഇത്രയും ഇതുപോലൊക്കെ വന്ന് നിറയെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണുന്നേ കാട്ടിയുണ്ട്. ഈ മുളൻ്റെ ഈ മുള്ളുണ്ടല്ലോ, ഇതുപോലൊക്കെ നിറയെ വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മുകൾക്ക് നമ്മളെ തൊടുവിലൊക്കെ വെള്ളം ഉണ്ടാവും മഴക്കാലത്ത്. പിന്നെ നമ്മൾ എളുപ്പത്തിന് ഇങ്ങനെ എല്ലാം പുഴയ്ക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വേസ്റ്റൊക്കെ കൊണ്ട് ഒഴിവാക്കുമ്പോൾ ഇത് നമ്മളെ പരിസ്ഥിതിക്ക് തന്നെയാണ് ഇതിൻ്റെയൊക്കെ നാശം ഉണ്ടാവണത്. ഒരിക്കലും അതൊന്നും ഇതിൽ അലിഞ്ഞു ചേരുന്നില്ലല്ലോ. അപ്പം നല്ല ഭംഗിയാട്ടോ പുഴയൊക്കെ കാണാതെ. അത് കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികൾ തന്നെ എന്താ ഫുഡ് അവർ സ്പെഷ്യലാട്ടോ. കുട്ടികൾ കുറച്ചാളും കൂടി ഉണ്ട് കേട്ടോ. അവരൊക്കെ അവരുടെ ഇവിടെ ഇല്ലേന് വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ, അതുകൊണ്ട് അവരൊന്നും വീഡിയോയിൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ചിക്കൻ കറി, ചിക്കൻ പൊരി, പിന്നെ ഇതാ പൊറോട്ടയ്ക്കുള്ള ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുൾ കണ്ട് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും, വീഡിയോക്ക് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും വീഡിയോ ഫുൾ കാണണേ. ഓക്കെ.